ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങ് ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആദ്യം വന്നപ്പോ നാം ചെയ്തത് ഒരു തെറ്റാണ്. ഇപ്പോ അതിനുള്ള പരിഹാരവും. അതിന് കാരണക്കാരനായത് താനും. തിരുമേനി ഇത് വെച്ചോ. ഇനി എന്തിനാടോ ഇത്? എനിക്ക് ആവശ്യത്തിനുള്ള പണം താൻ നേരത്തെ തന്നല്ലോ. തിരുമേനി പറഞ്ഞതില് അതിനുള്ള ഉത്തരവുണ്ട്. അന്ന് ചെയ്ത തെറ്റ് തിരുത്താൻ കാണിച്ച മനസ്സിനാണ് ഈ ഒരു പ്രതിഫലം. തിരുമേനി, അങ്ങയെ തേടിയെത്തുന്നത് പാവങ്ങളായ മനുഷ്യരാ. അവരുടെ അടിസ്ഥാനം വിശ്വാസമാണ്. അങ്ങയെപ്പോലൊരാള് ആ വിശ്വാസത്തെ തകർത്ത് തോൽപ്പിച്ചാല് ആ പാവങ്ങള് ജീവിതകാലം മുഴുവൻ ആ പാപം ചുമക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും. എടോ, ഗുരുക്കന്മാരിൽ നിന്ന് ഒട്ടേറെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഗുരുക്കന്മാര് പറഞ്ഞത് ജീവിതം മുതിർന്നവരിൽ നിന്ന് പഠിക്കണമെന്നില്ല. നമുക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു കൊച്ചു കുട്ടിയായിരിക്കും നമുക്കതിന്റെ അർത്ഥം പറഞ്ഞു തരിക. എന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ വരവും പരിചയപ്പെടുത്തലും ഒക്കെ എന്നിലേക്ക് തന്നെ ഒരു നോട്ടത്തിന് കാരണമായി എന്ന് തന്നെ പറയാം. ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനു പകരം ഇനിയുള്ള ജീവിതം അതിന്റെ പ്രായച്ചിത്തം തന്നെയായിരിക്കും. നന്നായിട്ടുണ്ട്. നിറഞ്ഞ മനസ്സോടെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ സന്തോഷമുണ്ട്. നിറഞ്ഞു, അതിലൊരു സംശയവും വേണ്ട. തുടർന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാൻ വന്നോളാം. എന്നാ ആയിക്കോട്ടെ തിരുമേനി. പൂജാരി തിരിച്ചുപോയി. എങ്ങനെയുണ്ട് മുത്തശ്ശി? ചെറിയമ്മയും ഏട്ടത്തിയും തല്ലുകൊണ്ട് വശം കെട്ടില്ലേ? കുടുംബ പൂജാരിയെ പ്രതീക്ഷിച്ചിട്ട് അയാള് തന്നെ വീണ്ടും കയറി വന്നപ്പോ ഞങ്ങൾക്ക് രണ്ടാക്കും ടെൻഷനായിരുന്നു. അല്ല, അയാളുടെ സ്വഭാവം എങ്ങനെ മാറിയത്? എനിക്കറിയില്ല. വരണേ, ഒളിച്ചു വെക്കാനൊന്നും നോക്കണ്ട. തിരുമേനിയും വരണം പരസ്പരം നോക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ പുറത്തു വെച്ച് തിരുമേനിക്ക് പണം കൊടുക്കുന്ന ഞാൻ കണ്ടു. സത്യം പറയടാ, നീയും അയാളും തമ്മിൽ ധാരണയായിട്ടല്ലേ ഇന്നിങ്ങോട്ട് വന്നത്?